സംഗീത റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരിച്ചാണ് ഗായിക അമൃത സുരേഷ് മലയാളികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പോഴാ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ കോലാഹലങ്ങളെക്കുറിച്ചൊക്കെ മനസ്സ് തുറക്കുകയാണ് അമൃത സുരേഷും സഹോദരി അഭിരാമി സുരേഷും. തന്റെ മകൾ പാപ്പുവിനോട് അനാവശ്യ ചോദ്യങ്ങൾ വന്നതാണ് താങ്കൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രതികരിക്കുവാൻ കാരണമായതെന്നാണ് ഗൃഹലക്ഷ്മിക്ക് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിലൂടെ താര സഹോദരിമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ പങ്കെടുത്ത ഒരു റിയാലിറ്റി ഷോ തന്റെ ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിക്കുന്ന ഒന്നാകുമെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് അമൃത സുരേഷ് പറയുന്നത്. ഏഷ്യാനെറ്റിൽ വർഷങ്ങൾക്ക് മുൻപ് സംരക്ഷണം ചെയ്തിരുന്ന സംഗീത റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരാർത്ഥിയായി അമൃത സുരേഷും പങ്കെടുത്തിരുന്നു. ഈ ഒരു ഷോയിൽ വിധികർത്താവായി വന്ന നടൻ ബാലയുമായി ഇഷ്ടത്തിലായ അമൃത സുരേഷ് ഇദ്ദേഹത്തെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നടന്ന വിവാദങ്ങളൊക്കെ തന്നെ പുറത്തു വരികയായിരുന്നു. വിവാഹവും വിവാദവും അങ്ങനെ പലതുമായി അതിൽ പിന്നെ എയറിൽ നിന്ന് ഇറങ്ങുവാൻ സമയം കിട്ടിയില്ല എന്ന് പറയാമെന്നും അമൃത സുരേഷ് കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ പറയാനായെന്ന് വരും. എന്നാൽ പക്ഷേ അന്ന് അനുഭവിച്ച വേദനകൾ ചെറുതായിരുന്നില്ല എന്നും അമൃത സുരേഷ് കൂട്ടിച്ചേർക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛനും അമ്മയും തങ്ങളെ വളർത്തിയതെന്നാണ് ഇരുവരും പറയുന്നത്. അവർ പറഞ്ഞത് അനുസരിക്കാതെ താൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുത്തു. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നപ്പോഴും അവർ തന്നെ കുറ്റപ്പെടുത്താതെ കൂടെ തന്നെ നിൽക്കുകയാണ് ചെയ്തതെന്നും അമൃത സുരേഷ് പറയുന്നു. അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷും ഈ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ കടന്നുപോകുന്ന തന്റെ ജീവിതത്തെപ്പറ്റിയും സംസാരിക്കുന്നുണ്ട്. തന്റെ ചേച്ചിയുടെ ജീവിതത്തിലെ അധ്യായങ്ങളിൽ നിന്നും പാഠം പഠിച്ചത് താനാണെന്നാണ് അഭിരാമി സുരേഷ് പറയുന്നത്. എന്ത് ചെയ്യുമ്പോഴും രണ്ടാമതൊന്ന് ചിന്തിക്കുവാൻ അതെല്ലാം കാരണമായി മാറിയിട്ടുണ്ടെന്നും അഭിരാമി കൂട്ടിച്ചേർക്കുന്നു. സ്നേഹത്തിലും പ്രണയത്തിലും മനുഷ്യരിലുമുള്ള വിശ്വാസം മങ്ങിപ്പോയെന്നാണ് അഭിരാമി പറയുന്നത്. എതിർക്കേണ്ട സമയത്ത് അതിന് തനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പക്ഷേ ചേച്ചിയുടെ കോട്ട പോലെ താൻ നിൽക്കേണ്ടതുണ്ടെന്ന് മനസ്സിലായെന്നുമാണ് അഭിരാമി പറയുന്നത്. ഒരായുധവും തന്നെ തട്ടാതെ തന്റെ ചേച്ചിയിലേക്ക് എത്തരുതെന്ന് തനിക്കുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും തന്റെ ചേച്ചി അനുഭവിച്ചു എന്നാണ് അഭിരാമി പറയുന്നത്. പുരാണത്തിലൊക്കെ പറയുന്ന വനവാസം 14 വർഷമാണെന്നാണല്ലോ. അങ്ങനെ ഒരു വനവാസ കാലമായിരുന്നു തങ്ങളുടേതെന്നും അഭിരാമി സുരേഷ് കൂട്ടിച്ചേർക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾക്ക് കയ്യും കണക്കുമില്ല എന്നാണ് അമൃത പറയുന്നത്. മനസ്സ് മരവിച്ച അവസ്ഥ തന്നെയായിരുന്നുവെന്ന്, ഡിപ്രഷന്റെ ഭീകരമുഖം കണ്ടു. തന്റെ തീരുമാനമാണല്ലോ ഇതിനൊക്കെ കാരണമെന്ന് ചിന്തിച്ചു. അതിന്റെ പ്രശ്നങ്ങൾ തന്നിൽ ഒതുങ്ങേണ്ടതല്ലേ എന്നും ചിന്തിച്ചു. എന്നാൽ പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചതെന്നും അമൃത സുരേഷ് പറയുകയാണ്. താൻ മാത്രമല്ല തന്റെ അച്ഛനും അമ്മയും കുറ്റക്കാരായി മാറി. വളർത്തുദോഷമാണെന്ന് പലരും തന്നെ കണ്ടു പറഞ്ഞു. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മുൻപിൽ മറുപടിയില്ലാതെ തന്റെ മാതാപിതാക്കൾക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അമൃത പറയുന്നു. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയുവാൻ പറ്റില്ലല്ലോ. പിന്നെ മറുവശത്തുള്ളവർ പറയുന്നത് ശരിയാണെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരും കുറവായിരുന്നില്ല എന്നും അമൃത പറയുന്നു. സോഷ്യൽ മീഡിയ തുറക്കുവാൻ പോലും അന്ന് ഭയമായിരുന്നു. സഹിക്കാനാകാത്ത വെറുപ്പ് തനിക്ക് നേരെ വന്നിരുന്നു. മറുവശത്താകട്ടെ കാര്യങ്ങളൊക്കെ അനുകൂലവുമായിരുന്നു. അമ്മ ചീത്തയല്ലേ, എന്തിനാണ് അമ്മയുടെ കൂടെ നിൽക്കുന്നത് എന്ന ചോദ്യം പോലും തന്റെ മകൾ പാപ്പുവിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അമൃത സുരേഷ് പറയുന്നു. നിരന്തരം ഇത്തരം ചോദ്യങ്ങൾ കേൾക്കേണ്ടി വന്നതോടുകൂടി മകൾ വീട്ടിൽ വന്ന് കരച്ചിലുമായി. മമ്മി സൈലന്റ് ആകുന്നത് കൊണ്ടല്ലേ താനിത് കേൾക്കേണ്ടി വരുന്നതെന്ന് മകൾ ചോദിക്കുവാനും തുടങ്ങി. അതോടെയാണ് താൻ പ്രതികരിക്കുവാൻ തീരുമാനിച്ചതെന്നാണ് അമൃത പറയുന്നത്. തന്റെ മകൾ പാപ്പുവാണ് പ്രതികരിക്കുവാനുള്ള എനർജി തനിക്ക് തന്നതെന്നും അമൃത സുരേഷ് പറയുന്നുണ്ട്. ഈ കോലാഹലങ്ങൾ തങ്ങൾക്ക് നഷ്ടമാക്കിയത് മനസ്സമാധാനം മാത്രമല്ല അവസരങ്ങൾ കൂടിയാണെന്നും അമൃത സുരേഷ് വെളിപ്പെടുത്തുന്നു. സിനിമയിൽ തന്നെ പാടിക്കരുതെന്ന് പരോക്ഷമായ വിലക്ക് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെന്നും അമൃത സുരേഷ് പറയുകയാണ്. റിലീസിന് കാത്തിരുന്ന സിനിമകളിൽ നിന്ന് പോലും താൻ പാടിയ പാട്ടുകൾ ഒഴിവാക്കിയിട്ടുള്ള സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്നും അമൃത കൂട്ടിച്ചേർക്കുന്നു. പാടാൻ വിളിക്കരുത്, അവസരങ്ങൾ കൊടുക്കരുത് എന്നൊക്കെ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടതായും പലരും തന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നഷ്ടങ്ങളൊന്നും തനിക്ക് മാത്രമായിരുന്നില്ല, തന്റെ സഹോദരി അഭിരാമിക്കും ഇത്തരത്തിലുണ്ടായിട്ടുണ്ടെന്നും അമൃത സുരേഷ് പറയുന്നു. അതേസമയം നടൻ ബാലയുമായി നിയമപരമായി ബന്ധം വേർപെടുത്തിയിട്ട് വർഷങ്ങളായെങ്കിലും അമൃത സുരേഷും ബാലയും തമ്മിലുള്ള വഴക്കുകൾ ഇതുവരെയും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ പിതാവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പാപ്പു എന്ന് വിളിക്കുന്ന ഇവരുടെ മകൾ അവന്തിക രംഗത്ത് വരികയായിരുന്നു. ഇത് വീണ്ടും കൂടുതൽ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. അമൃത സുരേഷിനൊപ്പം മകൾ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടി ആക്രമിക്കപ്പെട്ടു. തനിക്കും തന്റെ മകൾക്കും നേരെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കടുത്തപ്പോൾ അമൃത സുരേഷ് വെറുതെ ഇരുന്നില്ല. നിയമപരമായി തന്നെ മുന്നോട്ടു നീങ്ങി. അമൃത സുരേഷ് നൽകിയ പരാതിയിന്മേൽ ബാലയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്ത നടൻ ബാലയ്ക്ക് ജാമ്യം അനുവദിച്ച് വാർത്തകളും ഒക്കെ അന്നേറെ ചർച്ചകൾക്കും വഴിവെച്ചു. ഉപാധികളോടെയുള്ള ജാമ്യമാണ് ബാലയ്ക്കെന്ന് അനുവദിച്ചത്. മുൻ ഭാര്യയെക്കുറിച്ചും അവരുടെ മകളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പരാമർശങ്ങൾ നടത്തുവാൻ പാടില്ല എന്നും ഇരുവരെയും ഒരു തരത്തിലും ബന്ധപ്പെടുവാൻ പാടില്ല എന്നും തുടങ്ങി നിരവധി ഉപാധികളോടെയാണ് ബാലയ്ക്കെന്ന് ജാമ്യം നൽകിയത്. ജാമ്യം കിട്ടിയതിന് പിന്നാലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ബാല എത്തുകയും ചെയ്തു. തനിക്കെതിരെ വന്ന ഈ ഒരു കേസും പിന്നാലെ കോടതി കയറേണ്ടി വന്നത് ഒന്നും തന്നെ വേദനിപ്പിക്കുന്നതല്ല എന്നും, എന്നാൽ പക്ഷേ തന്റെ സ്വന്തം ചോര തന്നെ തനിക്കെതിരെ വന്നുവെന്ന് പറയുന്നത് തന്നെ ഏറെ വേദനിപ്പിച്ചുവെന്നാണ് ബാല എന്ന് പറയുന്നത്. അതേസമയം കരിയറിനേക്കാളും എപ്പോഴും നടൻ ബാലയുടെ വ്യക്തിജീവിതം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായി മാറാറുള്ളത്.
അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം എലിസബത്ത് ഉദയൻ എന്ന ഡോക്ടറെയാണ് ബാല രണ്ടാമതായി വിവാഹം കഴിക്കുന്നത്. എന്നാൽ എലിസബത്തിനെ നിയമപരമായി ബാല വിവാഹം ചെയ്യാതെയാണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചതൊക്കെ. 1 വർഷം മുൻപ് എലിസബത്തുമായും ബാല ബന്ധം പിരിഞ്ഞിരുന്നു. ബാലയുടെ 3ാം വിവാഹം ഈ കഴിഞ്ഞ മാസമായിരുന്നു. മാമിന്റെ മകൾ കോകിലയാണ് ബാല ഇപ്പോൾ 3ാമതായി വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇരുവരും വൈക്കത്തെ പുതിയ വീട്ടിൽ സുഖമായി കഴിയുകയാണെന്നാണ് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലൂടെ ബാല പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.